ഞാൻ ഇന്നൊരു വല്ലാത്ത സ്വപ്നം കണ്ട്. നമ്മൾ എല്ലാരും കൂടെ നിക്ക് ചീത്ത സ്വപ്നാണെങ്കിൽ പറയണ്ടേ. നമ്മളെ സ്വപ്നം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കുന്ന. ഇതുപോലുള്ള വിശ്വാസങ്ങൾ സ്വപ്നത്തെ കുറിച്ച് നിങ്ങൾക്കും ഉണ്ടോ? എങ്കിൽ സൈക്കോളജി സ്വപ്നത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. നമ്മുടെ അബോധ മനസ്സിലുള്ള, അതായത് നമ്മുടെ ബോധമനസ്സറിയാത്ത പല രഹസ്യങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അബോധ മനസ്സിലുള്ള പല കോൺഫ്ലിക്റ്റുകളും ആഗ്രഹ സഫലീകരണങ്ങളുമാണ് സ്വപ്നമായി കാണുന്നത് എന്നാണ്. പക്ഷെ അൺകോൺഷ്യസ് അത് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലല്ല കാണിച്ചു തരാറ് എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണത്തിന്, എന്റെ ബോസിനെ ഒന്ന് അടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്റെ അൺകോൺഷ്യസിലുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ കാണുക ചിലപ്പോ എന്റെ ഉപ്പാനെ അടിക്കുന്നതായിട്ടായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അതുപോലെ പല രീതിയിലും നമ്മുടെ കോൺഷ്യസിന് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും സ്വപ്നത്തിലൂടെ കാണിച്ചു തരിക എന്നുള്ളതാണ്. പല സൈക്കോളജിസ്റ്റുകളും ഈ സ്വപ്നത്തെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അൺകോൺഷ്യസിലുള്ള കോൺഫ്ലിക്റ്റുകളെ മനസ്സിലാക്കുകയും അതുമൂലമുണ്ടാകുന്ന അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസിനൊക്കെ ട്രീറ്റ് ചെയ്യാറുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രീം അനാലിസിസ് സൈക്കോളജിയിൽ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് കൂടിയാണ്. ഇനി മുതൽ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നത്തെ കുറിച്ച് മാത്രമല്ല, നന്നായി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തെ കുറിച്ചും ചിന്തിച്ചു തുടങ്ങാം.